ഇനി CPIയിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ CPI ദേശീയ നേതൃയോഗങ്ങൾ ഇന്ന് ദില്ലിയിൽ ചേരാൻ പോവുകയാണ്. രാവിലെ സെക്രട്ടേറിയറ്റ് യോഗവും ശേഷം ദേശീയ എക്സിക്യൂട്ടീവ് യോഗവും ചേരും. പ്രതിപക്ഷത്തിന് പുതിയ മുഖം വേണമെന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ MPയുടെ പ്രതികരണം നേരത്തെ വിവാദമായിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ വിജയ്ക്ക് പിന്തുണ നൽകുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാകും. പശ്ചിമബംഗാളിലെ പാർട്ടിയുടെ പ്രകടനവും വിലയിരുത്തും. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിൾ, ഈ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ജയപരാജയങ്ങൾ എന്ന് പരിശോധിക്കാനുള്ള യോഗങ്ങളാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇന്നലെ ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, തെറ്റുകൾ തിരുത്തി ഗൗരവത്തിലുള്ള ആഴത്തിലുള്ള ചർച്ചകൾ നടത്തി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന നടപടികളായിരിക്കും കേരളത്തിൽ സ്വീകരിക്കുക എന്നുള്ളത്. അതിന് പുറമെ തമിഴ്നാട്ടിലെയും പശ്ചിമബംഗാളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമല്ലേ നോബിൾ? കീർത്തന റീജിത്ത്, എന്താണെങ്കിലും വിശദമായ CPI യോഗങ്ങളാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഇന്നും നാളെയും യോഗങ്ങൾ ഉണ്ടാവും. ഇന്ന് രാവിലെ ദേശീയ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റും ശേഷം ദേശീയ എക്സിക്യൂട്ടീവ് യോഗവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ്. കേരളത്തിൽ ഭരണനഷ്ടമായ സാഹചര്യമുണ്ട്. വിശദമായി തന്നെ ഈ സാഹചര്യം ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIയുടെ തീരുമാനം എന്ന് അറിയാൻ കഴിയുന്നു. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും PMC അടക്കമുള്ള വിഷയങ്ങളിൽ ദേശീയ നേതൃത്വം എടുത്ത നിലപാട് ഏറെ പ്രസക്തമാണ്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി എന്താണെങ്കിലും വലിയ വിമർശനങ്ങൾ ഒരുപക്ഷെ വിളിച്ചു വരുത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തടക്കം നേതൃമാറ്റം ആവശ്യമാണ് എന്ന് സന്തോഷ് കുമാർ MP കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. സമാനമായ പ്രതികരണങ്ങൾ അടക്കം ഉണ്ടാകുമോ എന്ന വലിയ ആകാംക്ഷ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിമർശനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകും എന്നാണ് അറിയാനും കഴിയുന്നത്. സർക്കാർ കൃത്യമായി തന്നെ പ്രവർത്തിക്കാത്തതാണ് ഈ പരാജയത്തിന് കാരണമെന്ന് പല നേതാക്കളും അടക്കം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾ ഉയരും. ഒപ്പം CPIയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മുതൽ പ്രചരണം വരെയുള്ള കാര്യങ്ങളിലൊക്കെ CPIയുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങളെ കൃത്യമായി തന്നെ അവലോകനം ചെയ്യും. ബിനോയ് വിശ്വത്തിനടക്കം വലിയ വിമർശനങ്ങൾ നേരിടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിശദമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകണം എന്നാണെങ്കിൽ നേതാക്കളുടെ ഒരു തീരുമാനം. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ സന്തോഷ് കുമാർ, അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം, ഒപ്പം അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തുകയും ചെയ്തിട്ടുണ്ടാവും. പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം ഈ പറഞ്ഞ PMCയിലൊക്കെ പ്രകാശ് ബാബു വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഉന്നയിച്ച് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇന്നിപ്പോൾ ഉണ്ടാകുമോ എന്നാണ് വലിയ ആകാംക്ഷ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളും ഒപ്പം മുഖ്യമന്ത്രി ശൈലിയൊക്കെ തിരിച്ചടിയായി എന്ന് പല നേതാക്കളും പറയുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അതൊക്കെ വലിയ തരത്തിൽ വിമർശനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ വാദപ്രതിവാദങ്ങളടക്കം ഉയരാനുള്ള സാധ്യതയും എന്താണെങ്കിലും ഉണ്ട്. ഒപ്പം തമിഴ്നാട്ടിലെ സാഹചര്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത്. TVKയ്ക്ക് പിന്തുണ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും. ബംഗാളിലെ പാർട്ടിയുടെ പ്രകടനം അടക്കം വിലയിരുത്തപ്പെടും. ബംഗാളിലാണെങ്കിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് കൃത്യമായി തന്നെ വിലയിരുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെയാണ് എന്താണെങ്കിലും യോഗങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നും നാളെയും യോഗങ്ങൾ തുടരും ദില്ലിയിൽ. ശരി, നോബിൾ മാരിക്കാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തോൽവി വിശദമായി പരിശോധിക്കും. അതിൽ ഗൗരവമേറിയ ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും, കേരളത്തിലേതടക്കം. നോബിൾ മാരിക്കാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.